ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും വിശേഷമൊക്കെ പറയൂ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് വിചാരിച്ചു തന്നെ വന്നതാണ്. ചെന്നാൽ നിങ്ങളൊക്കെ വിശേഷമൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ കേൾക്കട്ടെ. ദയവ് ചെയ്ത് ഒരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറയണത്, ദയവ് ചെയ്ത് ആദ്യമേ ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് എന്റെ വീഡിയോ എടുത്ത് മറ്റ് ചാനലുകളിലിട്ട് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാക്കുന്ന ആളുകളോട് ഒരൊറ്റ റിക്വസ്റ്റ്, ഒന്നുകിൽ നിങ്ങൾ അതിനകത്തിട്ട് ഈ ഉള്ള തള്ളക്കി വിളി മുഴുവനും കേൾപ്പിച്ച് നിങ്ങൾ എടുത്തിട്ട് ചെയ്യുന്നതിന്റെ റവന്യൂ എനിക്ക് തരണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം, എടുത്ത് അപ്ലോഡ് ചെയ്യരുത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനത് സ്ട്രൈക്ക് അടിക്കും. ഉള്ള കാര്യം പറയാണ്, ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. കാരണം എനിക്ക് സത്യമായിട്ടും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഞാൻ എന്റെ അക്കൗണ്ടിനകത്ത് സംസാരിക്കുന്നതിനകത്ത് തന്നെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അത് തൊലിക്കട്ടി ഇല്ലാത്തത് കൊണ്ടിട്ട്, തൊലിക്കട്ടി ഉള്ളത് കൊണ്ടിട്ട് അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. തൊലിക്കട്ടി ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, മാർപ്പിത, തൊലിക്കട്ടി ഉള്ളത് കൊണ്ടിട്ട് നല്ലോണം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം വയ്യ, അതുകൊണ്ടിട്ടാണ്. അപ്പൊ കുറച്ചൊക്കെ തരാം. ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് തന്നെ നമ്മള് കണ്ട കൈ നീട്ടി ഇങ്ങനെ വാങ്ങിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യടേ, ഒന്ന് കൺസിഡർ ചെയ്യടേ. ഒന്നുമില്ലെങ്കിൽ എന്നെ വിട്ടിട്ടല്ലേടെ നിങ്ങൾ ഈ അപരാധത്തിന് മൊത്തം പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ അത് ജെന്യുവനായിട്ട് കൺസിഡർ ചെയ്യൂ. അതുകൊണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നു. ഞാൻ ഇതാ ഇപ്പൊ ഒരു കാര്യം, അത് ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്തിട്ട്, ഇനി പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ് എന്റെ. കാരണം ഞാൻ ഇന്നലത്തെ ധാർഷ്ട്യവും ഇന്നലത്തെ അത്തരത്തിലുള്ള അഖിലിന്റെ പ്രകടനവും ഒക്കെ കണ്ടപ്പോ എനിക്കും ആ രീതിയിൽ തന്നെയാണ് റെസ്പോണ്ട് ചെയ്യാൻ തോന്നിയത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ വസ്തുത ഉണ്ടെന്നുള്ളതും ഞാൻ വളരെ കൃത്യമായി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എത്രയൊക്കെ ആളുകൾ അവിടെ നിന്ന് ആരെ കൊണ്ടുവന്നു, ഇവിടുന്ന് കൊണ്ടുവന്നു, എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ ചോദിച്ചത് അഖിലിനോട് വസ്തുതയായിട്ടുള്ള ഒരേ ഒരു കാര്യമാണ്. അതും ഞാൻ ചോദിച്ചത് ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, അയാള് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള സ്ത്രീകൾ കിടന്നുകൊടുത്തു എന്നുള്ളതിനെ പറ്റിയിട്ടും അയാള് പറഞ്ഞത്, പിന്നെ ഇതിനകത്ത് സ്ത്രീകളുടെ അടുത്തുനിന്ന് ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവർ പൈസ വാങ്ങിച്ചതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഹോട്ടലിൽ പോയി കിടന്നതിന്റെ ഡീറ്റെയിൽ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ബിഗ് ബോസിനകത്തെ കണ്ടസ്റ്റന്റുമായിട്ട് ഉള്ളതിനെ പറ്റി അവൻ അറിയാമെന്ന സ്റ്റേറ്റ്മെന്റിനെയാണ്. അതിനെതിർത്ത് തന്നെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കണ്ടസ്റ്റന്റിനെയോ അല്ലെങ്കിൽ അതിനകത്ത് ആളുകൾ ആരെന്നുള്ളത് പറയാതെയോ അല്ലെങ്കിൽ ഇത് ചെയ്തവരുടെ പേര് പറയാതെയോ ഞാൻ ഈ സാധനത്തിന് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് വേറെ കാര്യം. ഇത് എന്നോട് ചോദിക്കുന്നത് ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ? ഞാൻ അവിടെ വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയുന്നതാണ്. വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എത്ര പേര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു വസ്തുത ഞാൻ പറയുന്നതാണ്. ഏകദേശം ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 13 പേര്, മിനിമം 9 പേര് അടങ്ങുന്ന ഒരു ടീം ഇരുന്നിട്ടാണ് നമ്മളെ മോണിറ്റൈസ് ചെയ്തിട്ട് ഓരോ കണ്ടസ്റ്റന്റിനെയും അതിനകത്ത് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സീസൺ 1 ഞാൻ, എനിക്ക് ഒറ്റ പ്രാവശ്യത്തെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഡയറക്റ്റ് നേരിട്ട് എന്റെ അടുത്ത് ബിഗ് ബോസിലത്തേക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിനുശേഷം ഏഷ്യനെറ്റിന്റെ തന്നെ കൊച്ചിയിൽ ഓഫീസിലേക്ക് ചെന്ന് അവർ ഇന്റർവ്യൂ നടത്തി, ഒറ്റൊരു ഇന്റർവ്യൂ നടത്തി. അതിനുശേഷം എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫൈനലാണ്, ഞാൻ കണ്ടസ്റ്റന്റ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ഇത് കിട്ടി. എനിക്ക് എന്താ പറയാ, ഒരു സമ്മതം കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് പ്രകാരമാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നത്. എനിക്കൊരു പേയ്മെന്റ് ഉണ്ടായിരുന്നു. ആ പേയ്മെന്റ് വാങ്ങിച്ച് ഞാനൊരു ജോലി ചെയ്ത് ഞാൻ തിരിച്ചു വരികയായിരുന്നു. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 44 ദിവസത്തോളം ഞാൻ അവിടെ നിന്നു. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് പേയ്മെന്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു തരത്തിലുള്ള ബാഡ് എക്സ്പീരിയൻസും അതിനകത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ബിഗ് ബോസിന്റെ ഇതിനകത്ത് കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലാണ് ഈ സൂം മീറ്റിങ്ങുകൾ തുടങ്ങാൻ തുടങ്ങിയത്. അത് പിന്നെ നിരന്തരം അങ്ങോട്ട് അതിനുശേഷമുള്ള എല്ലാ മീറ്റിങ്ങുകളിലും എനിക്ക് തോന്നുന്നു ഏകദേശം അവർ ഒരു ദിവസം ഒരു സീസണിൽ തന്നെ 300-ൽ പുറത്ത് കണ്ടസ്റ്റൻസിനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, അതിന്റെ എക്സാക്ട് കാര്യം എനിക്കറിയില്ല. നമ്മൾ തന്നെ നമ്മുടെ സർക്കിളിൽ പലരെയും പറ്റി അന്വേഷിക്കുമ്പോൾ അവർക്കൊക്കെ കോൾസ് വന്നിട്ടുള്ളതായിട്ടും ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളതായിട്ടൊക്കെ അറിയാം ഓരോ സീസണുകളിലും. ഞാനൊരു കാസ്റ്റിംഗ് കോർഡിനേറ്ററും കൂടിയാണ് കേട്ടോ. ഞാൻ അത് വളരെ പ്രധാനമായിട്ട് പറയണം. ഞാനൊരു കാസ്റ്റിംഗ് കോർഡിനേറ്ററും കൂടിയാണ്. അത് ഞാൻ സിനിമയായി ബന്ധപ്പെട്ടിട്ടും
ഇവന്റ്സുകളായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ഒരു രീതിയിലും ഇപ്പം എന്താ പറയാ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു കണ്ടസ്റ്റന്റ് കയറണമെന്നുണ്ടെങ്കിൽ ആ കണ്ടസ്റ്റന്റിന് കോണ്ടന്റ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനകത്ത് ഒരു ഇതുമില്ല. കോമണേഴ്സിനെ വരെ, അതായത് പുറത്ത് നിന്ന് ഗെയിമിനെ കണ്ട് വിലയിരുത്തി അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന കോമണേഴ്സിനെ പോലും നമ്മൾ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് അറിയാം. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഈ പറഞ്ഞില്ലേ അഖില് ഇന്നലെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇതിനകത്ത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, വലിയ 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 വലിയൊരു കമ്പനിയാണ്. നമ്മളൊന്നും ഊഹിച്ചാൽ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങേ അറ്റത്ത കോർപ്പറേറ്റ് കമ്പനിയാണ്. അതായത് വലിയ ടീംസുകളാണ് അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സികളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു രോമത്ത് പോലും തൊട്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവരങ്ങനത്തെ കമ്പനിയാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ചാനലിന് പോലും പറഞ്ഞാലും ആ കമ്പനി എന്ന് പറഞ്ഞത് വേറെ റേഞ്ചാണ്. അതിനകത്ത് അങ്ങനെ ഒരു സാധനങ്ങളും നടക്കൂല. പിന്നെ ഒരു വസ്തുത ഞാൻ പറയണെന്ന് വെച്ചാൽ ഒരു വസ്തുത ഞാൻ പറഞ്ഞുതരാം. ബിഗ് ബോസ് എന്ന് പറയുന്ന എന്റെ മോൾ കമ്പനി അല്ലെങ്കിൽ ചാനൽ ആയിക്കോട്ടെ, ഇവര് ചേർന്ന് എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഏത് തരം വൃത്തികേട് കണ്ടാലും അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർ പരിശോധിച്ച് അതിനുള്ള നടപടി അവർ എടുക്കുന്നുണ്ട്. അതിനുള്ള തെളിവാണ് ഈ ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ മുതൽ ഐ തിങ്ക് കഴിഞ്ഞതിന്റെ മുമ്പത്തെ സീസൺ വരെ നിന്നിരുന്ന ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ, അതായത് തമിഴും മലയാളം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു എന്താ പറയാ ടാസ്ക് ഹെഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളിനെ പെൺകുട്ടികളുടെ അടുത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്തതിന്റെ പേരിൽ അയാളെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അയാളിപ്പോ പുറത്ത് നിൽക്കുകയാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അയാളിപ്പോ പുറത്ത് നിൽക്കാണ്. അയാള് പല നമ്മളെ ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികളെയും വിളിച്ചിട്ട് ഈ പറഞ്ഞ എന്റെ മോളിനെതിരെയും അതുപോലെ ഏഷ്യനെറ്റിനെതിരെയും ഒക്കെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള പല പ്ലാനിങ്ങുകൾ എക്സിക്യൂട്ട് ചെയ്ത് കണ്ടസ്റ്റന്റിനെ കൊണ്ട് ഇതുപോലെ മൂവ് വെച്ച് ഇവർക്കെതിരെ അലിഗേഷൻസ് ഉണ്ടാക്കി ഷോയെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ശ്രമത്തിന്റെ പുറത്ത് നടക്കുകയാണ്. അങ്ങനെയൊന്നും നടത്താനൊന്നും പറ്റത്തില്ല, അത് അയാൾക്ക് തന്നെ അറിയാം. ഇയാൾ കാണിച്ച വൃത്തികേടിന്റെ ഭാഗമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഷോയുടെ HR ഒരു തീരുമാനം എടുക്കുകയും ഇനി ഇവിടെ ഇയാൾ തുടരാൻ റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഇയാളെ ബാൻ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സിബിന്റെ വിഷയത്തിൽ പോലും ഇയാളൊക്കെ സിബിനെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നതിലൊക്കെ വളരെ വലിയൊരു പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ സിബിൻ പറയുന്ന വിഷയങ്ങൾ സിബിന്റെ അഭിപ്രായങ്ങളാണ് എന്നുള്ളതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ അതിൽ പലതും മാനിപ്പുലേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സിബിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി എനിക്ക് 2-3 പ്രാവശ്യം കണ്ടറിയുന്ന ഒരു മത്സരാർത്ഥി, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. നല്ല പൊട്ടൻഷ്യലുള്ള നല്ല അടിപൊളിയായിട്ട് അസാധ്യമായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഞാൻ മനസ്സിലാക്കുന്ന സിബിന്റെ ചുറ്റിലുള്ളവർ തന്നെയാണ് സിബിന്റെ ഭാവിയെ തുലച്ചതെന്നൊക്കെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. എനിക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് സിബിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇരുന്നുകൊണ്ട് ചോദിക്കും, അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ, അതെന്താ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ. ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇതിനു മുമ്പ് ഈ പറഞ്ഞ ഷോയിന്റെ ഉള്ളിൽ നിന്ന ഒരാളിനെ ഇവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അത് പെൺകുട്ടികളോട് മിസ്ബിഹേവ് ചെയ്തതും രാത്രി കള്ളു കുടിച്ചിട്ട് പെണ്ണുങ്ങളോട് ഇതേ രീതിയിൽ, അതായത് ഇപ്പൊ പറഞ്ഞ ഭാഷയില്ലേ കൂടെ കിടക്കാൻ എന്ന ലെവലിലൊക്കെ തന്നെ വിളിച്ച് അതിന്റെ പ്രൂഫ് ഉൾപ്പെടെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ HR ഇനി ഇങ്ങനെ ഒരാള് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്ത് പുറത്താക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവരെ കമ്പനിയെയോ അല്ലെങ്കിൽ ചാനലിനെയോ ഒന്നും ബാധിക്കുന്ന രീതിയിലുള്ള ആളുകളെയൊന്നും അവർ പ്രൂഫ് ഇല്ലാതെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറയരുത്, നമ്മൾ എന്തെങ്കിലും വിളിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഒരു ചാനലാണ്, സ്വാഭാവികമായിട്ട് വലിയ വലിയ കമ്പനിയാണ്. CCLന്റെ ഇവന്റ് ഞാൻ സിബിനെ കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് മാനവീയം വീതിയിൽ ഒരു ഷോ ഉണ്ടായിരുന്നു. ഇവര് ട്രോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്, നമ്മുടെ DJ ഇവാനും DJ സിബിനും. ഇവർ രണ്ടുപേരുള്ള ഒരു DJ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷോയില് ഹോസ്റ്റ് ചെയ്തത് ഞാനായിരുന്നു ആ പരിപാടിയിൽ. അപ്പം അതുമായി ബന്ധപ്പെട്ട് അവനെ ലാസ്റ്റ് ടൈമിൽ കണ്ടത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ചിരിക്കും, അങ്ങ് പോകും, അത്ര തന്നെ. അല്ലാതെ നമുക്ക് വേറെ ഞാൻ പേഴ്സണൽ പരിചയം അങ്ങനൊന്നുമില്ല. പക്ഷെ ഇവിടെ തിരുവനന്തപുരത്താണെന്ന് അറിയാം. അത് സിബിനെ പറ്റിയിട്ട് പൊതുവെ സിബിന്റെ ഫ്രണ്ട്സ് ആയാലും സിബിന്റെ ചുറ്റുപാടിലുള്ള ആൾക്കാരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സിബിനെ ഭയങ്കര ഇഷ്ടമാണ്. സിബിൻ ശരിക്കും ഷോയിലും ഞാൻ എഴുതിയായിരുന്നു, സിബിൻ ജാസ്മിൻ വാറാണ് തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ. കാരണം അത്രയ്ക്കും നല്ല രസമായിട്ട് കളിച്ചു വന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ സിബിന്റെ പേഴ്സണൽ
ഇഷ്യൂസ് സിബിന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ സിബിൻ പറയുമ്പോൾ നമ്മൾ കേൾക്കണം. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, സിബിന്റെ സ്പേസ് കൂടി സിബിൻ ചെയ്യേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മേ ബി അതിനകത്ത് വസ്തുതകളോ അല്ലാത്തതോ എനിക്കറിയില്ല, അതും കൂടി സ്പേസ് ചെയ്തേക്കുന്നത് അഖിലാണ്. അതായത് അയാളത് ഓവർടേക്ക് ചെയ്ത് എടുത്തു. കാരണം സിബിൻ ഒരു രാജാവ് പദവിയിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെയും ബ്ലോക്ക് ചെയ്ത് വിശ്വസ്തനായിട്ട് അയാളുടെ നല്ലതെന്നുള്ള ലെവലിലേക്ക് അത് വരുമ്പോ അത് നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരാണ് കേട്ടോ. എനിക്കത് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോ ഇത് ഇല്ല ഹാഫിസ് ഷംസ് അല്ല ഷോ ഡയറക്ടർ. അയാൾ ക്രിയേറ്റീവ് മറ്റേ ഇതിന്റെ എന്താ പറയാ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ ഹാഫിസിന്റെ, എന്റെ അറിവില്. പിന്നെ ഇന്നലെ പറഞ്ഞതുപോലെ അർജുൻ സാറൊന്നും എവിടെയും പോയിട്ടില്ല. അർജുൻ സാറൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അർജുൻ സാറിനൊന്നും എവിടെയും പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. അർജുൻ സാറൊക്കെ പോയി എന്നൊക്കെ നമ്മുടെ അഖിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ വസ്തുതകൾ കൃത്യമായിട്ട്, അത് പ്രൂഫ് ഇല്ലാതെ ഒന്നും പറയരുത്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകരുത്. ഞാനത് വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്. എന്തെങ്കിലും വിളിച്ചു പോകരുത്. കാരണം ഈ ഷോയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാരണം ഇന്നലെ തന്നെ നിങ്ങളുടെ സീസണിലെ, ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഒരു 18ഓളം, ഏകദേശം ഒരു 10-18ഓളം കണ്ടസ്റ്റന്റ്സ് സീസൺ 1 മുതൽ സീസൺ 6 വരെ ഉള്ള ഒരു 10-18ഓളം കണ്ടസ്റ്റന്റ്സ് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. എനിക്ക് പേഴ്സണലി അറിയുന്നവരാണ് കേട്ടോ. അവരൊക്കെ ഒന്ന് സംസാരിച്ച് ദിയ ഒന്നുമില്ലെങ്കിലും ഈ ബുള്ളിങ് ഏറ്റുവാങ്ങിക്കൊണ്ടും ദിയ ഈ വിഷയങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കാൻ നിന്നല്ലോ, വളരെയധികം സന്തോഷം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഒരു സ്റ്റോറി ഇട, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇത് സംസാരിക്കില്ല ദിയ, നമ്മളത് ചെയ്യുമ്പോൾ നമ്മളും കൂടെ ഈ ബുള്ളിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുമ്പോൾ ദിയനെ പോലെ തന്നെ, ദിയ പറഞ്ഞപ്പോ ദിയനോട് ചോദിച്ചില്ലായിരുന്നു ആളുകള്, അപ്പൊ ഇപ്പൊ മനസ്സിലായി ആരാണ് കിടന്നു കൊടുത്തതെന്ന്. അപ്പൊ അതേപോലുള്ള വാക്കുകളൊക്കെ ഞങ്ങൾക്ക് വയ്യ ഇത് കേൾക്കാൻ. കാരണം നമുക്ക് അന്നം തന്ന ഒരു ഷോ ആണ്, നമ്മൾ അത്രയും നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത ഒരു ഷോ ആണ്. അപ്പൊ ആ ഷോയെ പറ്റിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു അലിഗേഷൻ പോകുന്ന പോലെ ആകും. അതും സഹിക്കാൻ വയ്യ. അതുപോലെ തന്നെ അവർക്ക് പേഴ്സണലി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ സഹിക്കാൻ വയ്യ എന്ന് അവർ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതുകൊണ്ടിട്ടാണ് എന്നിട്ട് നിങ്ങൾ കേൾക്കുക, അതിനകത്ത് സെറീന, ശോഭ, അതുപോലെ എന്താ മറ്റേ കുട്ടിയുടെ പേര് റെനീഷ, റിനോഷി, കുറെ ആളുകള് ഈ വിഷയത്തിൽ ഇതിനകത്ത്, പിന്നെ നമ്മുടെ നാദി, ഇവരൊക്കെ ഇതിനകത്ത് ബാധിക്കപ്പെട്ട് പുറത്തു വന്നവരെ പോസ്റ്റ് ഇട്ട്. എന്നിട്ടും എനിക്ക് മനസ്സിലാവണില്ല, എന്നിട്ടും ഈ വിഷയം മനസ്സിലാവാതെ, അവര് ബുള്ളിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാവാതെ എന്തിനാണ് ഈ കിടന്ന് കണ്ണടച്ച് ഇരുട്ടാക്കി ഇമ്മാതിരത്തെ ടോക്സിക് വെട്ടുകിളി കൂട്ടങ്ങൾ. ഞാൻ എല്ലാരെയും പറയില്ല, സത്യസന്ധമായിട്ട് പറയട്ടെ, എനിക്ക് 80% ടോക്സിക് മനുഷ്യരുണ്ടെങ്കിൽ 20% സപ്പോർട്ട് മതി. ഞാൻ വസ്തുതയാണ് പറയുന്നത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ ആളുകളുടെ സപ്പോർട്ട് വാങ്ങിച്ചെടുക്കാൻ പലതും പറഞ്ഞുണ്ടാക്കാം, പറയില്ല. ഞാൻ ഇപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, ഏഷ്യനെറ്റിന് വേണ്ടി പണിയെടുക്കും. ഏഷ്യനെറ്റിന് വേണ്ടിയിട്ട് ഏഷ്യനെറ്റ് കാശിന്ന് പണിയെടുക്കുന്നില്ല. ഞാൻ ഇത് പണിയെടുക്കലായിട്ടാണ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ നന്ദിയാണ്. കാരണം എനിക്ക് അവര് പൈസ തന്ന് എന്നെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടി പോയി ഒന്ന് പണിയെടുത്തിട്ടാണ് ഞാൻ തിന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ കാണിക്കും. അത് നിങ്ങൾ കുറെ ആളുകൾ വന്നിട്ട് ഈ ആര് വിമർശനം പറഞ്ഞു കഴിഞ്ഞാലും കുറെ ആൾക്കാർ കുറെ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ദാ ചാനൽ ഇറക്കിയ ആള്, ദാ ചാനലിന് വേണ്ടി പണിയെടുക്കുന്നു, ദാ ചാനലിന് വേണ്ടി തേങ്ങാക്കൊല. ഞാൻ ഇതേ ചാനലിനെ വിമർശിച്ചിട്ടുണ്ട്, പല വിഷയത്തില് വിമർശിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾക്കെതിരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മള് ഈ പറഞ്ഞതുപോലെ മറ്റു വിഷയങ്ങളിൽ വിമർശിക്കുന്ന വിമർശനം പോലെ അല്ല. ഒരുമാതിരി എന്താ പറയാ, ഒരു തേർഡ് റേറ്റ് രീതിയിലുള്ള അലിഗേഷൻസ് വെച്ച് വലിയ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇനി ഒരാള് പ്രശ്നമാണ്, അല്ലെങ്കിൽ 2 പേര് പ്രശ്നമാണെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്ന രീതിയിൽ ഒരു വിഷയം സംസാരിക്കൂ. അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്ന രീതിയിൽ. ഇത് മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് നാളെ ഈ പറഞ്ഞ ബിഗ് ബോസ് ഷോയിലേക്ക് പോകാൻ ഒരുപാട് പിള്ളേർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്കൊക്കെ താല്പര്യമാണ്, പലർക്കും താല്പര്യമാണ് ബിഗ് ബോസ് ഷോ ചെയ്യണമെന്നുള്ളത്. ഭയങ്കര ആഗ്രഹമാണ്. ഒരുപാട് വർഷത്തെ സ്വപ്നങ്ങളായിട്ട് നടക്കുന്ന ഒരുപാട് കോമണേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവർ ഒക്കെ ഉണ്ട്. ഈ ഷോ ഇന്ന് കൊടുത്താൽ വരെ കയറി പോകാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അത്രയും വലിയൊരു ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫേസ് ചെയ്യുന്ന ഒരു ഷോ, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വെളിയിൽ വരൂല എന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഒരാൾക്ക് സാധ്യത ഉണ്ടായില്ലെങ്കിൽ, അതായത് ഒരാൾക്കൊരു ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തോ ആവും. നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ട്. ഷോയുടെ അന്തിമ തീരുമാനം ഷോന്റെ ടീം തന്നെയാണ് എടുക്കുന്നത്. ഈ എഗ്രിമെന്റ് ഒക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ഷോ ഒരു കോർപ്പറേറ്റ് കമ്പനി നടത്തുന്ന ഒരു ഷോ മാത്രമാണ്. ഇപ്പം അഖിൽ മാരാർ പറഞ്ഞു, ഇവിടെ എന്താ പറയാ, എന്നെ ജനങ്ങളാണ് രക്ഷപ്പെടുത്തിയത്, എന്നെ ജനങ്ങളാണ് വിജയിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അഖിൽ മാരാർ ആ സീസണിൽ ജയിച്ചില്ലായിരുന്നെങ്കിൽ ജനങ്ങളെയും കുറ്റം പറഞ്ഞായിരുന്നു.
ഉറപ്പായിട്ടും ഈ ജനങ്ങള് തീരുമാനിച്ച് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ആരുടെ കോപ്പറേറ്റിംഗ് ഉണ്ടാവണം? ജനങ്ങളുടെ തീരുമാനം അവിടെ എത്തി അത് ഫൈനലൈസ് ചെയ്ത് ഔട്ട് ചെയ്യണമെങ്കിൽ ആരുടെ തീരുമാനം ഉണ്ടാവണം? ഇതേ എന്റെ മോളിന്റെയും ഏഷ്യനെറ്റിന്റെയും തീരുമാനം ഉണ്ടാവണം. ആ ജനങ്ങളുടെ സ്വീകാര്യതയെ ചാനലും അവരും ഒരുപോലെ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് അവിടെ വിജയം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അഖില് കളിച്ചു, അഖില് നന്നായിട്ട് കളിച്ചു, എക്സലന്റ് ആയിട്ട് നല്ലൊരു അസാധ്യ ഗെയിമറായിട്ട് തന്നെയാണ് സീസൺ 5 അഖില് കപ്പെടുത്തത്. അത് അഖില് ഡിസേർവ് ചെയ്തിട്ടുണ്ട്. അഖിലിന് വിന്നർ ആവാനുള്ള എല്ലാ ക്വാളിറ്റിയും അതിന്റെ ഉള്ളിൽ അത് ഉണ്ടായിരുന്നു. അത് അഖില് കളിച്ച ഗെയിം കൊണ്ട് വിന്നറായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഞാൻ പൂർണ്ണമായിട്ട് പറയില്ല. കാരണം അതിനകത്ത് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില വിഷയത്തിൽ അപ്പോളജി ചെയ്യുകയും ചില വിഷയത്തിനകത്തൊക്കെ പരസ്പര ധാരണയിലൊക്കെ മുന്നോട്ട് പോകാൻ അഖിലിന് സാധിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു ക്വാളിറ്റി എക്സ്ട്രീം എന്നുള്ള രീതിയിലല്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ അവിടെ പണിയെടുത്തു എന്നുള്ള രീതിയിൽ അഖില് വിന്നർ ആവാൻ എല്ലാം കൊണ്ടും യോഗ്യൻ തന്നെയാണ്. അതിലപ്പുറത്തേക്ക് അഖിലിന്റെ കോൺട്രവേഴ്സികൾ എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. അത് പിന്നെ പേഴ്സണലി അഖിലിന് അനുഭവമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല കേട്ടോ. ചിലപ്പോൾ അഖിലിന് അങ്ങനത്തെ അനുഭവം ഉണ്ടാവുമായിരിക്കും. അത് അഖില് പറയുന്നതിനകത്ത് ഞാൻ ആ വിഷയങ്ങളിലൊന്നും ഏറ്റുപിടിക്കത്തൂല. പക്ഷെ ഈ ഒരു വിഷയം അഖിലിന് ഇന്നും ഞാൻ പറയാണ്, ഇതിനകത്ത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ വളരെ സത്യസന്ധമായി പറയാണ്, ഇത് എന്താ പറയാ, ഇത് പുറത്ത് നിന്ന് ചില ആളുകൾ കളിക്കുന്ന ചില അജണ്ടയുടെ ഭാഗമായിട്ട് പർപ്പസ്ഫുള്ളി ഇനി മുന്നോട്ട് ഇപ്പൊ ഒരു സീസണൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്ന് പിന്നെ അടുത്ത സീസണിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ പിന്നെ ഇതൊക്കെ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ ഞാനും വന്നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അക്കൗണ്ടുകൾ മോണിറ്റൈസ് ചെയ്തപ്പെട്ട അക്കൗണ്ടോ എന്റെ യൂട്യൂബ് ആയിക്കോട്ടെ എന്റെ ഇൻസ്റ്റ ആയിക്കോട്ടെ എന്റെ ഫേസ്ബുക്ക് ഒന്നുമല്ല, എനിക്കൊരു റവന്യൂ ഉള്ള സാധനങ്ങളൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലെ വന്ന് പറഞ്ഞത്, എന്റെ വീഡിയോസ് എടുത്തുകൊണ്ട് പോയി ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടാകുന്ന ആൾക്കാരോട് ഞാൻ ദയവ് ചെയ്ത് പറയുന്നത്, നിങ്ങൾ എനിക്ക് ഒന്നുകിൽ റവന്യൂ തരിക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഞാൻ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ള ഒരു കാര്യം പറഞ്ഞത്. കാരണം എനിക്കത് ഓപ്പൺ ആയിട്ട് പറയാം നിങ്ങളടുത്ത്, എനിക്ക് അതിനകത്ത് ഒരു മടിയുമില്ല, ഞാൻ വസ്തുതയാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ പുറത്തുനിന്ന് കളിക്കുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ പരിപാടി ഭയങ്കര ചെറ്റത്തര പരിപാടി തന്നെയാണ്, മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിനി എത്ര മുക്കിലിട്ട് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് ഇവർക്കൊരു വലിയ ടീം തന്നെയുണ്ട്, വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നെറ്റ്വർക്കിനുള്ളിൽ അവർക്ക് നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ അത് അവർക്ക് അറിയാം എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ വെളിയിൽ നടക്കുന്ന ഇപ്പൊ അഖിലിന്റെ കോൺട്രവേഴ്സി ആയിട്ടല്ലേ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതായിക്കോട്ടെ, തിരിച്ച് സംസാരിക്കുന്ന ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചിമന പോലും ഏറ്റിട്ടില്ല. കാരണം അവരത് പരിപാടി കൊണ്ടുപോകാൻ കണ്ടില്ലേ, ഷോ തുടർന്നുകൊണ്ടിരിക്കുന്നു, അത് ആളുകൾ കാണുന്നുണ്ട്, ഒരു കുറവുമില്ല, ഒരു പ്രശ്നവുമില്ല, അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കുറച്ചു നേരത്തേക്കുള്ള ഒരു സംഭവം അത്ര